അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാശ്മീരിലെ ദാൽ ലേക്കിൽ ഇങ്ങനെ ഞങ്ങൾ കറങ്ങി നടക്കുകയാണ്. സമയം അങ്ങനെ 6-7 മണിയോടൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം ഇരുട്ടൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ. കടകളിൽ മാത്രമാണ് ലൈറ്റുള്ളൂ. അപ്പോൾ ഈ തടാകത്തിൻ്റെ നടുക്ക് തന്നെ ഒരുപാട് കടകളുണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഒരുപാട് കടകളുണ്ടെന്ന്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഈ തടാകത്തിൻ്റെ നടുക്ക് തന്നെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടും. പച്ചക്കറിയാണെങ്കിലും പലചരക്കാണെങ്കിലും പിന്നെ തുണിത്തരങ്ങളാണെങ്കിലും എന്ത് ഐറ്റംസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഹോട്ടലുകളുണ്ട് താമസിക്കാൻ പറ്റുന്ന. കെട്ടുവള്ളങ്ങൾ പോലത്തെ ഉള്ള അതിൻ്റെ വള്ളങ്ങൾക്ക് മുകളിലാണ് ഈ വീടുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വള്ളമൊക്കെ പോകുന്നുണ്ട്. അവരൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വിൽപ്പനയൊക്കെ നടത്തുന്നവരാണ്. ഓരോരോ ഐറ്റംസൊക്കെ വിൽക്കുന്നവരാണ്. അവരുടെ വള്ളത്തിൻ്റെ പുറകിൽ അവരുടെ ഫോൺ നമ്പറും അതേപോലെ തന്നെ എന്ത് ഐറ്റംസാണോ വിൽക്കുന്നത് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ സൗകര്യമുള്ള ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഹോട്ടലിനൊക്കെ നല്ല ചാർജാണ്. ഇവിടെ താമസിക്കുന്നതിന് നല്ല ചാർജാണ്. ഏകദേശം 7500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഒരു ദിവസം ദാൽ ലേക്കിൻ്റെ നടുക്കൊക്കെ താമസിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാൻ പറ്റും. ചാർജ് ഇച്ചിരി കൂടുതലാവും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മഞ്ഞ് സമയമായി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഫുള്ളായിട്ട് മഞ്ഞാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മീനുകളൊക്കെ ജീവനോടെ ഉണ്ടാവും എന്നാണ് വള്ളക്കാരൻ പറയുന്നത്. അതായത് ഓരോ തവണ മഞ്ഞിൽ ഈ തടാകം ഫുള്ളായിട്ട് മുങ്ങുമ്പോഴും മഞ്ഞ് പോയി കഴിയുമ്പം അതിനകത്തു നിന്നുള്ള മീനുകൾ ഇവർ പിടിക്കാറൊക്കെയുണ്ട്. അപ്പോഴും മീനുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. മഞ്ഞിനകത്ത് മീനുകളൊക്കെ ഒന്നും ജീവൻ നഷ്ടപ്പെട്ടു പോവില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഒരുപാട് വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മീനുകളൊക്കെ പിടിച്ചിട്ട് തന്നെയാണ് ഇവർ കറിയൊക്കെ വയ്ക്കുന്നതും കുക്ക് ചെയ്യാനായിട്ടും ഇവിടെ ഹോട്ടലുകളിലൊക്കെ കുക്ക് ചെയ്യുന്നതും അതൊക്കെ ഇവിടുത്തെ മീനുകളൊക്കെ പിടിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് വലിയ മീനുകളുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് 1-2 ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ കടകളൊക്കെ കാണാനും അതേപോലെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. വള്ളമൊക്കെ തൊട്ടടുത്തേ കൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേപോലെ വള്ളമൊക്കെ തൊട്ടടുത്തേക്കൂടെ പോകുന്നതും അതേപോലെ തന്നെ കച്ചവടക്കാരൊക്കെ അടുത്തടുത്ത് വരുന്നതും പിന്നെ ചായയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇതേപോലെ ഒരു യാത്ര എന്ന് പറയുന്നത് ഈ ദാൽ ലേക്കിൽ മാത്രമാണ് നടക്കത്തുള്ളൂ. വേറെയുള്ള ലേക്കിലൊന്നും ഇതേപോലത്തെ ഉള്ളൊരു സൗകര്യമില്ല. പിന്നെ കടകളിലൊക്കെ വെട്ടമൊക്കെ ഇട്ട് തുടങ്ങി. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഷോപ്പ് ചെയ്യാനുള്ള കടകളൊക്കെയാണ്. അപ്പോൾ ഇവർ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു വള്ളം പോലെയുള്ള വള്ളത്തിൻ്റെയൊക്കെ മുകളിലാണ് ഇവർ ഈ കച്ചവടത്തിനുള്ള റൂമുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഇതിനകത്ത് പൊങ്ങിക്കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും ഈ കെട്ടിടം അതേപോലെ തന്നെ ഫുള്ളായിട്ട് പൊങ്ങി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കയറുമെന്നുള്ളൊരു പേടി വേണ്ട. പിന്നെ ഒരുപാട് ഇടവഴികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വഴി അറിയത്തില്ലെന്നുണ്ടെങ്കിൽ വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ റോഡ് പോലെ തന്നെയാണ് ഇവിടെ ഈ വെള്ളത്തിൽ കൂടെ പോകുന്നത്. അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള വഴി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വഴി തെറ്റിപ്പോവും. അപ്പോൾ ഇതൊരു വലിയ തടാകമാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു തടാകമല്ല, ഒരു വലിയ തടാകമാണ്. അപ്പോൾ അത് കണക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഈ വള്ളമാണ് ആശ്രയിക്കുന്നത്. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും വള്ളം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ വള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ എല്ലായിടത്തും പോകുന്നത്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി കടകളെല്ലാം നല്ല രസത്തിനകത്ത് വയ്ക്കും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നതാണ്. അപ്പോൾ ഞങ്ങളും 1-2 കടകളിലൊക്കെ കയറി. റേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കുറച്ച് കൂടുതലാണ് എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ നമ്മൾ കാശ്മീരൊക്കെ വന്നാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കും. അതേപോലെ ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു കൃഷിത്തോട്ടമൊക്കെ ഉണ്ടെന്ന്. അതായതാണ് കൃഷിത്തോട്ടം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു കൃഷിത്തോട്ടമാണെന്ന് പറഞ്ഞ് വെള്ളം കൂടുന്നതിനനുസരിച്ച് അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ആയിട്ട് മൂവ് ചെയ്യും. ഇതാണ് കൃഷിത്തോട്ടം. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വിളവെടുത്തിട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഇവർ വിൽക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. കറിയൊക്കെ വയ്ക്കാനായിട്ട് ഇവിടെ നിന്നുള്ള പച്ചക്കറികളാണ് വാങ്ങിക്കുന്നത്. നിങ്ങൾ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ദാൽ ലേക്കും അതേപോലെ കാശ്മീരിൻ്റെയൊക്കെ യാത്രകളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് രാത്രിയിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് വേറൊരു ഫീലിംഗാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു തടാകം എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഒരു നോർമൽ രീതിയിലുള്ളൊരു തടാകം എന്നാണ്. പക്ഷേ ഇതിൻ്റെ നടുക്ക് ഇതേപോലുള്ളൊരു വലിയൊരു കൃഷിത്തോട്ടം ഉണ്ടെന്നും
അതേപോലെ തന്നെ ഇത്രയും അധികം കടകൾ ഇതിൻ്റെയൊക്കെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച് പോലും കാണില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചായ കുടിക്കാൻ ചായക്കടയായിട്ടും അതേപോലെ തന്നെ ചിക്കനും തന്തൂരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള കടകളൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. ഇതാ ഒരു വള്ളം പോകുന്നതിനകത്ത് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അവരൊക്കെ കൃഷിക്കാരാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ചായയാണെങ്കിലും ഓരോരോ വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ചായയ്ക്കും വേറെ വേറെ ടേസ്റ്റുകളൊക്കെയാണ്. കാശ്മീരിൻ്റെ ചായ എന്ന് പറഞ്ഞ് ഭയങ്കര ഫേമസ് തന്നെയാണ് എന്ന് പറയാൻ പറ്റും. പിന്നെ ഇവിടുത്തെ കടകളിലേക്കൊക്കെ ഇറങ്ങുന്നത് ഇതാ നമ്മൾ വള്ളത്തിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും. ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു വരാന്തയൊക്കെ പോലെയുള്ള സ്ഥലം. അപ്പോൾ നമുക്ക് വരാന്തയിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ ഉള്ളിലേക്ക് കയറാനാണെന്നുണ്ടെങ്കിലും നടന്ന് കയറാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രത്യേക വൈബാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ ഈർപ്പം പോലെയൊക്കെ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഈർപ്പം പോലെയൊന്നുമില്ല. കടയുടെ ഉള്ളിലൊക്കെ നല്ല കാർപ്പറ്റൊക്കെ അവരിട്ട് നല്ല രീതിയിലാണ് കടയ്ക്കുള്ളിൽ തന്നെ ഒരു പ്രത്യേകം ചൂടൊക്കെ കിട്ടുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് വള്ളമൊക്കെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ല ഒരു രസമാണ് തോന്നുന്നത്. കാര്യം വെച്ചാൽ ഇതേപോലുള്ളൊരു യാത്ര നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. രാത്രിയിൽ ഇതേപോലെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഒരടിപൊളി വൈബാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാശ്മീരൊക്കെ വരുന്നുണ്ട്, ദാൽ ലേക്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു യാത്ര ഈവനിങ് ടൈമിൽ വയ്ക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ റൈഡിന് പറയുന്ന ഷിക്കാര റൈഡ് എന്നാണ്. അപ്പോൾ ഷിക്കാര റൈഡിന് ഏകദേശം 750 രൂപയ്ക്ക് അവർ വാങ്ങിക്കും. പിന്നെ തീരെ ചാർജ് കുറവുള്ള റൈഡുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ 200 രൂപയൊക്കെ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് സമയം തീരും. 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്ത് അവരത് ദാൽ ലേക്കിൻ്റെ ഒരു സൈഡിൽ കൂടിയൊക്കെ ഒന്ന് കറക്കി നമ്മളെ ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്നും കൊണ്ടുപോകില്ല, ഫുള്ളായിട്ട് കറക്കി അവസാനിപ്പിക്കുന്നതാണ്. പിന്നെ ഇങ്ങോട്ടേക്കൊന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചിക്കനൊക്കെ ഇരിക്കുന്നത് കണ്ടു. അടിപൊളി കളറൊക്കെ ആയിട്ട്. പക്ഷേ ഇതേപോലത്തെ ഒരു ചിക്കൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ പല കളറിനകത്ത് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ചിക്കൻ കാശ്മീരിൽ മാത്രമാണോ ഉള്ളൂ എന്നെനിക്ക് സംശയമില്ലായിരിക്കില്ല. കാര്യം വെച്ചാൽ അതേപോലത്തെ കളറുകളാണ് ഫുള്ളായിട്ട് ചിക്കൻ കറിക്കും അതേപോലെ തന്നെ തന്തൂരി ഉണ്ടാക്കാനുള്ളത് എല്ലാത്തിനും പല പല കളറായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. അകലയിൽ നിന്ന് നോക്കുമ്പോഴേ തന്നെ നമുക്ക് ഈ കളറെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കും ഭയങ്കര സന്തോഷമായി എന്ന് തോന്നുന്നു. ഒരുപാട് ആളുകളൊന്നും കടയിലില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിനകത്ത് ഫുഡില്ലായിരുന്നു. അപ്പോൾ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 4-5 ആളുകൾക്കുള്ള ഫുഡ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എന്നോട് അലൗഡ് ചെയ്തായിരുന്നു, വീഡിയോ ഒക്കെ എടുത്തോന്ന് പറഞ്ഞ്. പക്ഷേ ഈ ചിക്കൻ്റെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അത് എടുക്കാൻ തന്നെയാണ് കൂടുതലും തോന്നിയത്. അങ്ങനെ കാശ്മീർ യാത്രയിലെ ദാൽ ലേക്കിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇവിടുത്തെ ഫുഡൊക്കെ കളർഫുള്ളായിട്ടുള്ള ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും കാശ്മീർ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ. വീണ്ടും കണ്ടുമുട്ടാം.